ഒരു സാധാരണ വക്കീലിൽ നിന്ന് 4 നാഷണൽ അവാർഡ്സ് നേടിയ ഇതിഹാസ നടനായി മാറിയ ഒരു മനുഷ്യൻ, മമ്മൂട്ടി. കുട്ടിക്കാലത്ത് കണ്ടൊരു സ്വപ്നം ജീവിതം മുഴുവൻ പിന്തുടർന്നൊരു മനുഷ്യൻ, മലയാളത്തിന്റെ മെഗാസ്റ്റാർ. ആ സ്വപ്നം ലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കാനുള്ള ധൈര്യവും പ്രചോദനവും നൽകി. കഥ തുടങ്ങുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള ചെമ്പ് എന്ന ഗ്രാമത്തിൽ നിന്നാണ്. 7 വയസ്സുള്ളൊരു കുട്ടി. ആദ്യമായി അവൻ സിനിമയുടെ മാന്ത്രിക ലോകം അനുഭവിച്ചറിയുന്നു. ഓരോ സിനിമ കാണുമ്പോഴും അവന്റെ ഉള്ളിൽ ഒരു സ്വപ്നം കുറച്ചുകൂടി വലുതായിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം എനിക്കും സിനിമയിൽ അഭിനയിക്കണം. പക്ഷെ സ്വപ്നങ്ങൾ മാത്രം മതിയാകില്ലല്ലോ, ജീവിതവും മുന്നോട്ട് പോകണം. അങ്ങനെ എറണാകുളത്തുള്ള ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് നിയമ പഠനം പൂർത്തിയാക്കി മഞ്ചേരിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് തുടങ്ങി. ഏകദേശം 2 വർഷം അദ്ദേഹം കോടതിയിൽ കേസുകൾ വാദിച്ചു. പക്ഷെ ഓരോ ദിവസവും സിനിമ അദ്ദേഹത്തെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ജീവിതം ഒരപ്രതീക്ഷിതമായ വഴിത്തിരിവ് സമ്മാനിക്കുന്നത്. ഒരു കൂടിക്കാഴ്ച വിത്ത് ദ ലെജൻഡറി റൈറ്റർ MT വാസുദേവൻ നായർ. മമ്മൂട്ടിയുടെ ആഗ്രഹം അദ്ദേഹം തിരിച്ചറിഞ്ഞു, പ്രോത്സാഹിപ്പിച്ചു. വർഷങ്ങളായി കാത്തിരുന്നൊരു വാതിൽ പതിയെ മമ്മൂട്ടിക്ക് മുന്നിൽ തുറന്നു തുടങ്ങി. പക്ഷെ ആ തുടക്കം ഒരിക്കലും അത്ര എളുപ്പമായിരുന്നില്ല. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, മേള, അഹിംസ, ഇതുപോലുള്ള സിനിമകളിലൊക്കെ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ, ചെറിയ ചെറിയ അവസരങ്ങൾ. പക്ഷെ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കഥാപാത്രവും ചെറുതായിരുന്നില്ല. ഓരോ സീനും അദ്ദേഹം തന്റെ ഏറ്റവും വലിയ അവസരമായിട്ടാണ് കണ്ടത്. അങ്ങനെ പതിയെ പതിയെ സിനിമാ ലോകത്തിന്റെ ബഹുമാനം അദ്ദേഹം നേടിയെടുത്തു. 1987 ന്യൂഡൽഹി. ആ സിനിമ ഒരു ബ്ലോക്ക് ബസ്റ്റർ മാത്രമായിരുന്നില്ല, ഇന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെയും മികച്ച തിരിച്ചുവരവുകളിൽ ഒന്നുകൂടിയായിരുന്നു. പിന്നീട് ചരിത്രമായി മാറിയത് മമ്മൂട്ടി സൃഷ്ടിച്ച വിജയങ്ങളുടെ എണ്ണം മാത്രമായിരുന്നില്ല, ഓരോ കഥാപാത്രത്തിനും തന്നെ പുതുക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് കൂടിയായിരുന്നു. ഡ്രാമ, ത്രില്ലർ, ആക്ഷൻ, ഹിസ്റ്റോറിക്കൽ, ഏത് ജോണറായാലും ഓരോ കഥാപാത്രത്തിലും ഒരു പുതിയ മമ്മൂട്ടിയെ നമ്മൾ കണ്ടു. 5 പതിറ്റാണ്ടുകൾ, 6 ഭാഷകൾ, 420-ലധികം സിനിമകൾ. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളായി മമ്മൂട്ടി മാറി. ആൻഡ് ഇപ്പൊ ചരിത്രം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടനുള്ള 4ാമത്തെ നാഷണൽ ഫിലിം അവാർഡ്. 7 വയസ്സുള്ളപ്പോൾ സിനിമാ തിയേറ്ററിലിരുന്നൊരു സ്വപ്നം കണ്ട ആ കുട്ടി